നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് നൂറയും ആദിലയും കൂടെ. നൂറയ്ക്ക് ശരിക്കും ഇപ്പോഴും ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അവളുടെ ഒരു ഡ്രീം ആയിരുന്നു അത് കിട്ടണം എന്നുള്ളത്. അതിനുവേണ്ടി അവൾ ഹാർഡ് വർക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട്. പലരുടെയും വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട് നൂറ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല, നൂറയ്ക്കല്ല ഇരുന്ന് കിട്ടേണ്ടത്, ആര്യനായിരുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്തോരം ഗെയിമുകൾ അതെന്താ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവത്തില്ല എത്രയോ ഗെയിമുകളിൽ ആര്യൻ ഫേക്ക് കളിച്ചിട്ടുള്ള മിക്ക ഗെയിമുകളിലും ആര്യൻ അതിനകത്ത് ഫേക്കും അതിനകത്ത് കള്ളത്തരം കാണിച്ച് പല രീതിയിലും ചെയ്യാൻ ആര്യൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു റിപ്ലൈ പോലെയാണ് അത് ആര്യൻ കിട്ടാതെ പോയത്. ആര്യൻ്റെ അഹങ്കാരം എങ്ങനെയെങ്കിലും കളിച്ചാൽ ഞാനങ്ങ് ജയിച്ച് പോകും എന്നുള്ള രീതിക്കുള്ള അഹങ്കാരം അതാണ് അവിടെ തീർന്നത്. അല്ലാതെ ഒരിക്കലും ആര്യനല്ല ഇത് ഡിസേർവിങ് ആയിട്ടുള്ളത്, ഇത് നൂറയ്ക്ക് തന്നെയാണ് ഡിസേർവ് ആയിട്ടുള്ളത്. അപ്പോൾ അവരത് നന്നായിട്ട് ആ ഒരു മൊമെൻറ്റ് ചെറിഷ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതേപോലെ നൂറ പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്കത് തരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കൊണ്ട് പക്ഷേ പെൺകുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പല ആൾക്കാർക്കുമുള്ളൊരു മറുപടിയാണ് ഇതെന്നുള്ള രീതിയിൽ. പലർക്കും ഇത് ദഹിച്ചിട്ടുണ്ടാവില്ല. അത് കമൻറ്റ് ബോക്സിലൊക്കെ ചിലപ്പോൾ ഇത് വരുമായിരിക്കും നൂറ ഡിസേർവ് ചെയ്യുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നൂറ ഡിസേർവ് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനെ നൂറയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്നുകൊണ്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അവർ സംസാരിക്കുകയാണ് ഫ്ലാറ്റൊക്കെ മേടിക്കുമ്പം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അത് വെക്കണം എന്നുള്ള രീതിയിൽ. ശരിക്കും ഇറ്റ് വാസ് എ ഡ്രീം കം മൂമെൻ്റ് അല്ലേ. ഫിനാലയിലോട്ട് നേരിട്ട് കയറുക എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യവും ആഗ്രഹവുമായിരുന്നു. അത് ഓരോരുത്തർക്കും കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമായിരുന്നു. അത് നൂറയ്ക്ക് കിട്ടി. ആ സന്തോഷം അവർ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ ഒരുപാട് ചെറിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പങ്കുവെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? നൂറ ഇത് ഡിസേർവ് ചെയ്യുന്നതായിരുന്നോ അതോ ആര്യനായിരുന്നു ഇത് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ അഭിപ്രായത്തിൽ നൂറ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പുതിയ അപ്ഡേറ്റ്സിനായിട്ടും ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക.